അങ്ങ് ക്ഷമിച്ച് തീർക്കല്ലടാ മോനെ. അവറാച്ചൻ ഇതുവരെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ടില്ല. ഇന്ന് കുർബാനയ്ക്ക് പോയില്ലേ മണവാള? ഇല്ല, നിന്റെ അച്ഛന്റെ അടിയന്തരം കൂടിയിട്ട് അതുവഴി പോവാന്ന് കരുതി. ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതെന്താ മാനുവലെ, കുരിശുമായിട്ട് മലയാറ്റൂർ മലയ്ക്കാണോ? മനുകൃഷ്ണ അല്ല, മനുവിലെ സൂപ്പറിന് പിടിക്കുന്നു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്താ സാർ കാര്യം? കാര്യം വളരെ വ്യക്തമല്ലേ? എടോ, തനിക്കിവിടെ മാനേജ്മെന്റ് കോട്ടയിലാ ജോലി നിന്നത്, നമ്മുടെ സമുദായക്കാരനായതുകൊണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാരിത്തെച്ചില്ലടോ താൻ. ഇനി അവരുടെ മാനേജ്മെന്റ് കോട്ടയിൽ കയറിക്കോ. ഈ കുരിശായാലും എന്റെ ചോറ്റാനിക്കരവിടെ. എന്തായി? പിരിച്ചുവിട്ടു. മതം മാറിയതിനാ? നടക്ക്. പണി പോയല്ലേ, സാരമില്ല, നിനക്ക് ഞാൻ പണി തന്നോണ്ടേ. വെറുതെ ഒരു കൊലക്കുറ്റത്തിന് അയാൾ ജയിലിൽ പോണ്ട. നടക്ക്. ഒരു ജോലി ഇല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെങ്ങാനും? നിനക്കത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവിടെ കൂടിപ്പോയ ഒരു 2000 രൂപ കിട്ടും. അത് അച്ഛന് മേക്കപ്പ് സാധനം വാങ്ങിക്കാൻ തികയില്ല. പിന്നെ ലോണ്, വീട്ടിലെവ്. എന്റെ ചെലവ് ഞാൻ ഭയങ്കര കോസ്റ്റ്ലിയാ. നോക്കിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ പറ്റുന്ന നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ. ഹൈ സാലറി, നല്ല അസലൊരു അഗ്രഹാരം, അവിടെ ഒരു സ്വയംഭം ഭ്രാന്തായി. അതിനെ നോക്കാനും മരുന്ന് കൊടുക്കാനും ഒരു ഹോം നഴ്സിന് വേണം. അതൊന്നും ശരിയാവില്ല. അല്ല, ഞാൻ നോക്കിയിട്ട് അതാ നല്ലത്. എന്നെ പരിചയമില്ലാത്തൊരു സ്ഥലമാകുമ്പോ, പ്രത്യേകിച്ച് ഒരു പ്രാന്തന്റെ കൂടെ, ഈ പരിഹാസത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാലോ. അതെ, അവിടെ നിന്നെ ആരും തിരിച്ചറിയില്ല. പേര് വരെ ഞാൻ മാറ്റിയാ പറഞ്ഞിരിക്കുന്നേ, പട്ടാഭിരാമൻ. പിന്നെ അവിടെ ക്രിസ്ത്യാനികളെ എടുക്കില്ല. ബ്രാഹ്മണനാണോ പറഞ്ഞതിലും 2000 രൂപ കൂടുതൽ കിട്ടുകയും ചെയ്യും. പേരും മതം മാറുന്നത് നിനക്ക് പുത്തരിയൊന്നും അല്ലല്ലോ, നീ അതിൽ എക്സ്പെർട്ട് അല്ലേ? ജാതകത്തിൽ അങ്ങനെ ഒരു ബ്രാഹ്മണ യോഗം ഉണ്ടെങ്കിൽ പൂണൂലിട്ടല്ലേ പറ്റൂ. സോറി, ഇതാണ് ഈ അഗ്രഹാരം. അതെ, ആ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി വന്നേ. ഇയാളാരാ വൈസ്രോയോ? എന്തായി കാണിച്ചത്? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? എന്ത് പറ്റിയെന്നോ? ഈ കോലം കണ്ടോ? അയ്യേ, ഇതെന്ത് കോലം? ഇതെന്തെങ്ങനെ ഇരിക്കണത്? ആഹാ, തോന്നിയസം കാണിച്ചിട്ട് തർക്കുത്തരം പറയുന്നു. മര്യാദയ്ക്ക് ഈ കോലം വരയ്ക്കും. ഇതിനെ വെറുതെ വിടരുത്. ഇത് കണ്ടോ മാമ? അവള് പറഞ്ഞതാ ശരി, കോലം വരക്കടോ. കോലം വരയ്ക്കേ? ദേ, ഞാനൊരു ബ്രാഹ്മണനാ. വെറുതെ കാലത്ത് തന്നെ ബ്രാഹ്മണ ശാപം വാങ്ങി വെക്കരുത്. പുറം ബ്രാഹ്മണരുടെ ശാപം ഈ അഗ്രഹാരത്തിൽ ഏൽക്കില്ല. കോലം വരക്കടോ. എന്താ ഭാമേ, വഴിയെ പോകുന്നവരോടൊക്കെ വഴക്കടിക്കാൻ തുടങ്ങി? പക്ഷെ തെറ്റ് ഇയാളുടെ ഭാഗത്താ. ഭാമ പറയുന്നതാ ശരി. ഓ, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ടാ അപ്പൊ വന്നോളും വെങ്കിടി. വെങ്കിടി? ചേട്ടനാണ് വെങ്കിടി മാമ? അതെ, ഞാൻ ചേട്ടനെ കാണാൻ വന്ന പ്രശാന്ത് പറഞ്ഞിട്ട്. ഏത് പ്രശാന്ത്? അത് ഈ മീശയൊക്കെ വടിച്ചിട്ട് വീതുളി പോലത്തെ ക്രതാവ് വെച്ച് ഈ ബെഡ്ഫോർഡ് വണ്ടിയുടെ മോന്ത പോലത്തെ പ്രശാന്ത്. ശരി, ആ തള്ളിപ്പിടി പ്രശാന്ത്. അവൻ പറഞ്ഞിട്ട് വന്നാ? അതെ, ഒരു ഭ്രാന്ത അല്ല, ബ്രാഹ്മണനെ നോക്കാൻ നഴ്സിന് വേണമെന്ന് പറഞ്ഞില്ലേ? അത് താനാ? അതെ. അയ്യേ, നേഴ്സാ? ഞാൻ വിചാരിച്ച ആണായിരിക്കും. താൻ വിചാരിക്കും, തന്നെ കണ്ടാലറിയാൻ താൻ വിചാരിക്കുന്ന ടൈപ്പാണെന്ന്. അവക്കിട്ടെന്നാ പേച്ചേ, നീ വാ. ഇതാ വീട്. അതെ, സുബ്രഹ്മണ്യൻ ആണോ നിന്റെ പേര്? അതെ, സുബ്രഹ്മണി, ബ്രാഹ്മണൻ. ശുദ്ധ ബ്രാഹ്മണൻ. പക്ഷെ പ്രശാന്ത് എന്നോട് ആ പേരല്ലോ. എനിക്കും തോന്നി ഇത് അവന് കുറെ ഒരു കുഴപ്പം. എല്ലാമേ തെട്ടിച്ചു സൊല്ലും. അതാക്കും ഊളേന്നാ. ആരാ? ഞാൻ സുബ്രഹ്മണി. ഇപ്പൊ വിളിച്ചില്ലേ നേഴ്സ്? ഞാൻ കരുതി മോനായിരിക്കും. ഞാൻ മോനാ, മോളല്ല. ഉക്കാരുന്നു. താങ്ക്സ്.
എനിക്ക് ആദ്യം പേഷ്യന്റിനെ ഒന്ന് കാണണം. കാണിക്കാം. പിന്നെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. കിട്ടിക്കാം. ആള് ഉപദ്രവകാരിയൊന്നുമല്ലല്ലോ? ഇല്ലല്ലോ. കൃഷ്ണ നീ കഴുത്തിന് മുഖ പിടിച്ചോലേ പോയി. എന്താ രാമ ഇത്? എന്തെല്ലാം പറ്റണതിന് മുമ്പ് ഞാൻ ഇറങ്ങി ഓടി. ഇതാണോ പേഷ്യന്റ്? അതെ. ഇയാളെ ഉപദ്രവിക്കുന്ന ആളാ? ഏയ്, വല്ലപ്പോഴും ഒന്ന് കഴുത്തിപ്പിടി, അത്രേ ഉള്ളൂ. ഈ വീട്ടില് വേറെ ആരുമില്ലേ? ഇല്ല, ഒരു മകനുള്ളത് വല്ലപ്പോഴും വന്നു. ഓ, രാമനാഥൻ ഇവിടെ തനിച്ചാ, അതുകൊണ്ടാ ഒരു മെയിൽ നേഴ്സിനെ വെക്കാൻ തീരുമാനിച്ചത്. തനിച്ചാ? അപ്പൊ എന്റെ ശമ്പളം ആര് തരും? അതൊക്കെ അവൻ തരും, പറയുന്നതിലും കൂടുതൽ തരും. അതെനിക്ക് മനസ്സിലായി. ഒരു ശകലം കുഴപ്പം അത്രേ ഉള്ളൂ രാമനാഥന്. ദേ, ഭാമിയോട് ചോദിച്ചാ അറിയാം ഈ കുട്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. സുബ്രഹ്മണി, ഹൈ, ആളെ ഇഷ്ടമായി തോന്നുന്നു. വിളിക്കണായിട്ടില്ലേ? കൊലവിളിയത്. ചെല്ല്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുബ്രഹ്മണി, ഇങ്ങ് വാ. അതെ, ഒന്ന് കൂടെ വരൂ. എന്താ പേടിയാ? ഹേയ്, പേടിയുണ്ടായിട്ടൊന്നുമല്ല, ഒരു ധൈര്യത്തില. വാ. ചെന്നോളൂ. സുബ്രഹ്മണി, എനിക്ക് ഉറക്കം വരുന്നു. നേരം വെളുത്തല്ലേ ഉള്ളൂ, എന്തിനാ പുറങ്ങുന്നേ? നേരം വെളുത്ത അപ്പൊ എനിക്ക് ഉറക്കം വരും. അപ്പൊ രാത്രിയിലോ? അപ്പോഴും ഉറങ്ങും. രാവിലത്തെ ഗുളി കഴിച്ച ഒരുറക്കം പതിവുള്ളതാ. ആണോ? എന്നാ ഉറങ്ങിക്കോളൂ. നീയും കിടക്കും. ഞാൻ ആണുങ്ങളുടെ കൂടെ കിടക്കില്ല. എനിക്ക് പേടിയാവും. എനിക്ക് അതിലും പേടിയാവണു. എന്താ? കിടന്നോളൂ. നീ കിടന്നാലേ ഞാൻ കിടക്കും. ഞാൻ കിടന്നു. ഞാനും. മെഡിസിൻ ഒക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ്. അമ്മേ, എന്നടി വെറുതെ ചിരിക്കുന്നോ? ഉനക്കും പൈത്യം പിടിച്ചാച്ചാ? ഏയ്, എനക്ക് പൈത്യം പിടിക്കല്ലേ. പക്ഷെ ആ ഹോം നേഴ്സ് ഇല്ലേ, അയാൾക്ക് പൈത്യം പിടിക്കുന്ന ഉറപ്പാ. ഹോം നേഴ്സ് വന്നാച്ചാ? ആ, നീ പാക്കളല്ലേ? വന്നു. നല്ല പയ്യനാ. രാമനാഥനെ അവൻ ശരിയാക്കി എടുക്കും, നോക്കിക്കോ. കൃഷ്ണ, വന്നിരുന്നോളൂ. മരുന്ന് പോലെ തന്നെ പ്രധാന പ്രാർത്ഥന. രണ്ടും മുടക്കരുത്. എന്ത് മനസ്സിലായി? മുണ്ട് മുടക്കരുത്. ഈശ്വര, നാമം ജപിക്കുന്ന ഇഷ്ടാണോ? ഇഷ്ടാണ്. ജപിച്ചോളൂ. ഒരു സംസ്കൃത ശ്ലോകം അങ്ങോട്ട് ആയിക്കോട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. കൃഷ്ണ ഗോവിന്ദ നാരായണ കരേ ഹരേ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. വാ. ഇവള് മിടുക്കിയല്ലേ? ഇത്ര കഠോര ശബ്ദത്തിൽ ഗർജിച്ച ഈശ്വരന്മാര് പോലും ENT ഡോക്ടറെ കാണേണ്ടി വരും. അല്പം വെണ്ണയോ നെയ്യോ സേവിച്ച ശബ്ദത്തിന് നല്ല മയം കിട്ടും. സരിഗ പധ പ സരിഗ പധ പ പധ സനി ദ പ പധ സനി ദ പ ഗ പധ പഗരി ഗ പധ പഗരി സദ പദരി സ സദ പദരി സ. പറയ്. ഭാമ, ഇവളും കൂടി കൊഞ്ചം സംഗീതം ചൊല്ലിക്കൊട്. നല്ല വാസനയുള്ള പയ്യനാക്കും. ദക്ഷിണയായിട്ടാ വന്നിരിക്കണേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം? കുറച്ച് സംഗീതമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ പറയണു കുട്ടി ഇവിടുത്തെ എസ് ജാനകിയാണ്, കുട്ടി പാടുന്നത് കേൾക്കാൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ട് എന്നൊക്കെ. ഇത്രയും വലിയൊരാളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ നാമം ജപിക്കുമ്പോഴെങ്കിലും ഉപകരിക്കൂലോ? ദക്ഷിണ കൊടുത്തിരുന്നോളൂ. ഗുരുദക്ഷിണ. കുട്ടികളുടെ മടിയിലിരുന്നതിന് സോറി കേട്ടോ. ചൊല്ലി തന്നാലും